നമസ്കാരം. ഏത് ഇന്ത്യൻ പൗരനും രാജ്യത്തെ ഏത് കോടതിയെയും സമീപിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ താഴത്തെ മജിസ്ട്രേറ്റ് കോടതിയിലോ മുനിസിപ്പൽ കോടതിയിലോ മുതൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ഓരോ പൗരനും പോകാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, ഏത് അഭിഭാഷകനും ഏത് കോടതിയിലും ഏതൊരാൾക്ക് വേണ്ടിയും കേസ് ഫയൽ ചെയ്യാനും അവകാശമുണ്ട്. അത് ഒരു പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയാണ്, ഏറ്റവും വലിയ കരുതലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കോടതി സംവിധാനങ്ങളെ ദുരുപയോഗിക്കാൻ ചില ക്രിമിനലുകൾ രംഗത്തിറങ്ങും. അവർക്ക് ചിലരോട് പകവീട്ടുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കുമുള്ളത്. വാസ്തവത്തിൽ ഇത് ഒരു പൗരൻ്റെ മൗലികാവകാശം സംരക്ഷിക്കുകയല്ല, വേറൊരു പൗരൻ്റെ മൗലികാവകാശം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഈ ദുരുപയോഗത്തെ തടയാൻ നമ്മുടെ നാട്ടിൽ അധികം സംവിധാനങ്ങളില്ല. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എറണാകുളത്തുള്ള ഒരു യുവ അഭിഭാഷകൻ ആരുടെയൊക്കെയോ കൊട്ടേഷൻ എടുത്തുകൊണ്ട് നിരന്തരമായി കോടതികളെ സമീപിച്ച് കള്ളപ്പരാതി കൊടുക്കും. കോടതികൾ കേസെടുക്കാൻ പറയും. ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തി അവരെ നിർബന്ധിച്ചോ അവർക്ക് കള്ള വാഗ്ദാനം കൊടുത്തൊക്കെ ആവാം ഈ നീക്കം നടത്തുന്നത്. ആ വ്യക്തിയുടെ പേരിൽ ഒന്നല്ല അനേകം കള്ളക്കേസുകൾ കൊടുക്കും. എന്നിട്ട് അതിനോടനുബന്ധമായി പല അനുബന്ധ ഹർജികൾ കൊടുക്കും. എന്ന് വെച്ചാൽ ഒരാളുടെ പേരിൽ തന്നെ 10-15 ഹർജികൾ പല കോടതികൾ വരുന്ന സാഹചര്യമുണ്ടാവും. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാനും ഇതിനൊക്കെ മറുപടി പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഒന്നും സംഭവിക്കില്ല, നിരപരാധികളെ വിട്ടയക്കുക എന്നതാണ് നമ്മുടെ സംവിധാനം. പക്ഷെ നമ്മുടെ പണവും നമ്മുടെ സമയവും നഷ്ടപ്പെടും, നമുക്ക് മെനക്കെടേണ്ടി വരും. ഇതൊരു കച്ചവടമാക്കിയെടുത്തിരിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. ഞാനിത് ഇത്രയും പറയാൻ കാരണം കേരള പോലീസിലെ ഒരു DGPയുടെ ദുരവസ്ഥ കണ്ടിട്ടാണ്. DGP ശ്രീജിത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം അദ്ദേഹത്തോട് പക വീട്ടാൻ വേണ്ടി ഒരു മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നു. എന്തിനാണ് അവർ ഈ മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഫോഴ്സിലെ ശ്രദ്ധ നേടുന്ന ഉദ്യോഗസ്ഥർക്ക് ശത്രുക്കൾ കൂടുതലാണ്. എവിടെയെങ്കിലും പോലീസിനപ്പുറത്തേക്ക് ശ്രദ്ധ നേടിയാൽ, മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നാൽ അവരെ തകർക്കാൻ വേണ്ടി പോലീസ് ഫോഴ്സ് ഉള്ളിലുള്ളവർ തന്നെ ആദ്യം രംഗത്തിറങ്ങും. കാരണം ഈ ഉന്നത പദവികൾ വളരെ കുറവാണ്. ഒരുത്തനെ വെട്ടി വീഴ്ത്തിയാൽ മാത്രമേ പദവിയിൽ തനിക്ക് കിട്ടൂ എന്നതുകൊണ്ട് തന്നെ പോലീസ് ഫോഴ്സിലുള്ളവർ തന്നെ മറ്റു പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പകവീട്ടാൻ വേണ്ടി ഇറങ്ങും. അതാണ് ഒന്ന്. പിന്നെ പോലീസാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. രാഷ്ട്രീയ നേതൃത്വം പറയേണ്ടത് അനുസരിക്കേണ്ടി വരും, മന്ത്രിമാർ പറയേണ്ടത് ചെയ്യേണ്ടി വരും. അപ്പോൾ എതിർ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും. അതുപോലെ ചിലപ്പോൾ നീതി നടപ്പിലാക്കാൻ വേണ്ടി കർശന നിലപാടെടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരാളെ തകർക്കാൻ വേണ്ടി നടത്തുന്ന വലിയ ഗൂഢാലോചനയുടെ ഇരയാണ് DGP ശ്രീജിത്ത്. ഇന്ന് DGP ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഹർജി കൂടി കേരള ഹൈക്കോടതിയിൽ എത്തുന്നു എന്ന വിവരം ലഭിച്ചപ്പോഴാണ് ഞാൻ ഈ വാർത്ത വളരെ വൈകാരികമായി തന്നെ നേരത്തെ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഈ ശ്രീജിത്തിൻ്റെ കരിയറിൽ ഉടനീളം അദ്ദേഹത്തെ വേട്ടയാടുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. ഇത്തരം വേട്ടക്കാർ മറുനാടനെ ഒരു കാലത്തിൽ ഉപയോഗിച്ചിരുന്നു. അവരെല്ലാം കൊണ്ട് തരുന്നത് തെളിവുകളാണ്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ പരാതി മതി തെളിവെന്ന നിലയിൽ. ശ്രീജിത്തിന് വിദേശ ബാങ്കിൽ അക്കൗണ്ട്, വലിയൊരു പരാതിയാണ്. ഹൈക്കോടതിയിൽ ഒരാൾ കൊണ്ട് ഹർജി കൊടുക്കുന്നു, ഹൈക്കോടതി അന്വേഷിക്കാൻ ഉത്തരവിടുന്നു. മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. ശ്രീജിത്തിന് വിദേശ ബാങ്കിൽ അനധികൃത അക്കൗണ്ട് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. വാസ്തവത്തിൽ അത് അന്വേഷിച്ച് പൂർത്തിയായി കഴിയുമ്പോഴായിരുന്നു അങ്ങനെ ഒരു ബാങ്ക് പോലുമില്ല. ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ വ്യാജമാണ്. പക്ഷെ ആ പരാതിക്കാർ ഉദ്ദേശിച്ചത് സാധിച്ചു. കാരണം പത്രങ്ങൾ ഇഷ്ടംപോലെ വാർത്ത വന്നു. ഇതില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങൾ അറിയില്ല. ഇത്തരത്തിൽ നിരന്തരം പരാതികൾ കൊടുക്കുക, നിരന്തരമായി വാർത്ത സൃഷ്ടിക്കുക, ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരള പോലീസിൽ ഇങ്ങനൊരു ഗതികേട് മറ്റൊരു ഓഫീസർക്കും ഉണ്ടായി കാണില്ല. നിരന്തരം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വരിക, അവയ്ക്കെതിരെ നിയമ പോരാട്ടം നടത്തുക, അവയൊക്കെ വിജയിക്കുക. എല്ലാ നിയമ പോരാട്ടങ്ങളും വിജയിച്ചു. പക്ഷെ വിജയിക്കുമ്പോൾ ആരും അറിയില്ല. ജനത്തിന് മനസ്സിലിരിക്കുന്നത് ഈ കേസ് ഉണ്ടാകുമ്പോൾ വാർത്ത വരുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇട്ടാൽ ഉടൻ തന്നെ അടിയിൽ കമന്റ് വരും, അത്ര വെടുപ്പല്ല, ആൾ ഫ്രോഡാണ്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റിനടിയിൽ വന്ന് ഫ്രോഡാണ് എന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ നേരിട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തൊക്കെയോ പത്രവാർത്ത കണ്ടതിനെ കുറിച്ച് പറയുന്നതാണ്. ആ അനുഭവങ്ങളില്ല. ഇത്തരത്തിൽ പകവീട്ടുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ കാലമായി ശ്രീജിത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വീണ്ടും പുതിയൊരു ഹർജിയുമായി ചിലർ കോടതിയിലെത്തുന്നു. മഹാഭാഗ്യവശാൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലാണ് എത്തുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന് പറയുന്നത് നീതിബോധമുള്ള കർക്കശക്കാരനൊരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ആരുടെയെങ്കിലും കെണിയിൽ വീണു പോകുന്ന, ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരാളല്ല. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. പലപ്പോഴും ഇത്തരം കേസുകൾ വരുമ്പോൾ അതിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ പരിഗണിക്കപ്പെടുന്നത് ഒടുവിലാണ്. അപ്പോഴേക്കും സംഭവിക്കാവുന്ന ഡാമേജ് ഒക്കെ സംഭവിച്ചു കാണും. ഡിബിൻ എന്നു പേരുള്ള ഒരു AMY മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അയാൾക്കെതിരെ 2 നടപടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നപ്പോൾ ശ്രീജിത്ത് എടുത്തിരുന്നു. ഒന്ന്, അയാൾക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടായി. ആ സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് FIR ഇട്ടു. 2, ഇയാൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു സ്വകാര്യ ട്യൂഷൻ AMY ടെസ്റ്റിന് വേണ്ടി ആരംഭിക്കുന്നു. നിങ്ങൾ വരൂ, പരീക്ഷ എഴുതാം,
പണം ഇങ്ങോട്ട് തരൂ, നിങ്ങളെ ജയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിയമവിരുദ്ധമാണ്, സർവീസ് ഇരിക്കുന്നു, ചെയ്യാൻ പറ്റില്ല. അതിന് പേരിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായി. ഈ രണ്ട് കാര്യങ്ങളുടെ പുറത്ത് അദ്ദേഹം സസ്പെൻഷനിലാവുന്നു. അന്നു മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനാണെന്ന് പോലും നോക്കാതെ പച്ച തെറി വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളാണ് പരാതിക്കാരൻ. അയാളുടെ പരാതിയിൽ ഒരു വസ്തുതയുമില്ല എന്ന് വളരെ വ്യക്തമാണ്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീജിത്ത് അനുമതിയില്ലാതെ വിദേശത്ത് പോയി, അവിടെ പോയി ഒരു പരിപാടിയിൽ പങ്കെടുത്തു, സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തു, യൂണിഫോം ഇട്ടുകൊണ്ട് പങ്കെടുത്തു എന്നാണ് ആദ്യത്തെ ആരോപണം. അനുമതി ആവശ്യമില്ല എന്ന രേഖകൾ ഞാൻ കഴിഞ്ഞ ദിവസം തെളിയിച്ചു. അനുമതി ആവശ്യമില്ല, അത് സർക്കാരിൻ്റെ ഉത്തരവാണ്, കേന്ദ്ര സർക്കാർ ഉത്തരവാണ്. ഇന്റിമേറ്റ് ചെയ്താൽ മതി, അനുമതി വേണ്ട. എന്നിട്ടും ശ്രീജിത്ത് ദുബായിൽ പോകാൻ നേരത്തെ അപേക്ഷ കൊടുത്ത് DGPയിൽ നിന്നും ചീഫ് സെക്രട്ടറിന് അനുമതി വാങ്ങി. അതിൻ്റെ അനുമതി പേപ്പറാണ് കാണിക്കുന്നത്. അനുമതി ഇല്ല എന്നത് കള്ളത്തരമാണ്. അനുമതിയുണ്ട്, അനുമതിയോടെയാണ് പോയത്. അനുമതിയില്ല എന്ന് ആരോപിക്കുകയാണ്. അനുമതിയില്ല എന്ന് പറയുമ്പോൾ അനുമതിയില്ല എന്ന് തെളിയിക്കേണ്ടത്. അനുമതിയുണ്ട്, അതാണ് അനുമതിയുടെ തെളിവ്. എന്ന് മാത്രമല്ല, യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന രണ്ടാമത്തെ ആരോപണം. ഒന്ന്, യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. ഏത് ഉദ്യോഗസ്ഥനും അയാൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഏത് പരിപാടിയിലും പങ്കെടുക്കാം. എവിടെയാണ് പറയുന്നത് യൂണിഫോം ഇട്ടുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന്? യൂണിഫോം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ അഹങ്കാരമല്ല, നേരെ മറിച്ച് സ്റ്റേറ്റിൻ്റെയും ആ ഫോഴ്സിൻ്റെയും അംഗീകാരമാണ്. അയാൾ ചെയ്യുന്നൊരു നല്ല കാര്യമാണെങ്കിൽ ആ നല്ല കാര്യം യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്താൽ അത് പോലീസിനാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നിയമത്തിലില്ലാത്തൊരു കാര്യം ചെയ്തു എന്നാണ് ആരോപണം. ഇനി മാത്രമല്ല, ഇവിടെയും അയാൾ യൂണിഫോം ഇട്ടിട്ടില്ല. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴും പ്രേക്ഷകരെ കാണിക്കാം. യൂണിഫോം ഇട്ടുകൊണ്ടല്ല ഇദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ പറയുന്നത് അവിടെ ഒരു സ്പാ ഉദ്ഘാടനം ചെയ്തു എന്നാണ്. ഒരു ആയുർവേദ ക്ലിനിക്കിൽ ഒരു പോലീസുകാരൻ ഉദ്ഘാടനം ചെയ്യരുത് എന്ന്, പങ്കെടുക്കരുത് എവിടെയെങ്കിലും നിയമത്തിലുണ്ട്? ഇല്ല. അനുമതിയോടുകൂടി കൃത്യമായി ചെയ്തൊരു പരിപാടി വ്യാജമായിട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ എല്ലാം തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ, എക്കാലത്തും കുത്തിത്തിരിപ്പോയി നടക്കുന്ന ആളാണ്, അരുൺകുമാർ റിപ്പോർട്ട് കിട്ടി. ശ്രീജിത്തിന് കുരുക്ക് മുറുകുന്നു, ശ്രീജിത്തിന് പണി കിട്ടിയിരിക്കും, ശ്രീജിത്ത് 5 കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൽ 1 യൂണിഫോം ഇട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു, ഞാൻ പറഞ്ഞല്ലെന്ന്. 2 അനുമതിയില്ലാതെ വിദേശ യാത്ര ചെയ്തു, തെളിവ് കാണിച്ചു. 3 ഒരു ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കി, ചുമ്മാ ആരോപിക്കുകയാണ്. കണ്ണൂരിലുള്ളൊരു ധനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ, അവരെ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരു ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കി. ആദ്യമാണ് സ്ത്രീകളുടെ ഗാനമേള ട്രിപ്പ്. അതിൽ ശ്രീജിത്ത് ഉദ്ഘാടകനായി പോയി അതിലെ പോയി ഈ ധനേഷിനെ അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് ശ്രീജിത്ത് ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കിയെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എവിടെയാണ് ശ്രീജിത്തിന് ഗാനമേള ട്രിപ്പ് എന്ന് പറയുന്നത്? ഇനി ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? എവിടെയെങ്കിലും ഉണ്ടോ? ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കി അതിലെ പണം കൈപ്പറ്റിയാൽ മാത്രമാണ് നിയമവിരുദ്ധമായിട്ടുള്ളത്. ഇതങ്ങ് ആരോപിക്കുകയാണ്. ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കി, ശ്രീജിത്ത് ഗാനമേള ട്രിപ്പ് ഉദ്ഘാടനം ചെയ്തു, അതാണ് തെളിവ്. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോട്ടോ എടുക്കാത്ത ആരുണ്ട്? കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ദീർഘകാലം പ്രധാനപ്പെട്ട ആളായി പ്രവർത്തിച്ച സകല മന്ത്രിമാരും, സോണിയാഗാന്ധി, അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ശബരിമലയുടെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറായിരുന്ന ശ്രീജിത്ത് സ്വാഭാവികമായി എടുത്തെന്ന് വരാം. ശബരിമലയിലെത്തിയ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടാവുന്നു, ആശുപത്രി പോകാൻ കഴിയുന്നില്ല, അദ്ദേഹം മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ അന്ന് ഉണ്ടാവുകയാണ്. എന്തായാലും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അതിനുശേഷം ഈ ശങ്കരൻകുട്ടി മാരാർ ഒരു ആംബുലൻസ് മേടിച്ചു കൊടുക്കുന്നു, ഈ ശബരിമലയിൽ നിന്ന് ആംബുലൻസിന്റെ അഭാവം ഒഴിവാക്കാൻ വേണ്ടി. ആ ആംബുലൻസ് മേടിച്ചു കൊടുക്കാൻ നേരം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശങ്കരൻകുട്ടി മാരാരും പണം മേടിച്ചു കൊടുത്ത് ഭീമയാണ്. ഭീമക്കാരും അവിടെ കൊണ്ടിരുന്ന ഒരു ഷാളിടുന്നു. ഇതാണ് ഫോട്ടോ. അത് സ്വാഭാവികമായും ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിഹിത ബന്ധം. എന്ത് ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സാമ്പത്തിക ഇടപാട് നടത്തിയ തെളിവുണ്ടോ? അടുത്ത 5ാമത്തെ പോയിന്റ്, ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരിക്കുമ്പോൾ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയെന്നാണ് ആരോപണം. എവിടെയാണ്? 1 രൂപയെങ്കിലും പിരിച്ചതിന്റെ രസീതുണ്ടോ? 1 രൂപയെങ്കിലും ശ്രീജിത്തിന്റെ പോക്കറ്റിലേക്ക് പോയി തെളിവുണ്ടോ? ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തിയ തെളിവുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ ഒരു പ്രത്യേക സ്ക്വാഡുണ്ട്, TC സ്ക്വാഡ് എന്ന് പറയും, ട്രാൻസ്പോർട്ട് കമ്മീഷണേഴ്സ് സ്പെഷ്യൽ സ്ക്വാഡ് എന്ന് പറയും. ഈ സ്ക്വാഡ് കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നതാണ്. അവരാണ് പലപ്പോഴും ഈ ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ജോലി ശരിയായിട്ടാണോ ചെയ്യുന്നത് പരിശോധിക്കുക എന്നുള്ള ഡ്യൂട്ടി. എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് വെറുതെ കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി തരം മാറ്റലുണ്ട്. ഈ വണ്ടി തരം മാറ്റൽ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല ഉദ്യോഗസ്ഥൻ അതാതിടത്ത് ചെയ്യാതെ വന്നാൽ വേറൊരിടത്ത് കൊണ്ടുപോയി ഇത്തരം മാഫിയകൾ ചെയ്യിപ്പിക്കും. ഇതൊക്കെ വലിയ അഴിമതി നടത്തുന്ന പരിപാടികളാണ്. അത് പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ക്വാഡ്. ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നപ്പോൾ ആ സ്ക്വാഡ് ഫലപ്രദമായി പ്രവർത്തിച്ചു. നിരവധി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്ത് പലരെയും തിരിച്ചെടുക്കുന്നതിലെ കാലവ്യത്യാസമാണ് ആരോപണങ്ങളുടെ കാരണം. ചിലരെ 30 ദിവസം കഴിയുമ്പോൾ എടുക്കും, ചിലരെ 45 ദിവസം കഴിയുമ്പോൾ എടുക്കും, ചിലരെ 6 മാസം കഴിഞ്ഞാണ് എടുക്കുന്നത്. അതിന് കാരണം ചിലർ കോടതിയിൽ പോയി മേടിച്ചുകൊണ്ട് വരും, ചിലർക്ക് മന്ത്രിമാരുടെ ഇടപെടലുണ്ടാവും, ചിലരെ ആളില്ലാത്തോട് തിരിച്ചെടുക്കേണ്ടി വരും. ഇതൊക്കെ വ്യത്യാസം മനസ്സിലാക്കാതെ ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് ഒരു തെളിവുമില്ലാതെ ആരോപിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോകുന്നു. ഒരൊറ്റ തെളിവ് പോലുമില്ല. അഴിമതി നടത്തിയതിന് തെളിവ് വേണ്ടേ? പണം പിരിച്ചതിന് തെളിവ് വേണ്ട? ഒന്നുമില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായി
നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ശ്രീജിത്ത് എന്ന ഉദ്യോഗസ്ഥനെ ഇത്രയധികം വേട്ടയാടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ഒരു വലിയ ഭക്തനാണ്. ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഭക്തി അദ്ദേഹം മറച്ചു വയ്ക്കാറില്ല. തൻ്റെ വിശ്വാസം ഉറക്കെ പറയാനുള്ള അവകാശം തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം സംഗീത കച്ചേരികളിൽ പങ്കെടുക്കാറുണ്ട്. ഈ സംഗീത കച്ചേരികളൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഭക്തിഗാനങ്ങളാണ് പാടുന്നത്. ഭക്തിയുടെ ശീലങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഏത് തിരക്കാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും മാസത്തിലൊന്നെങ്കിലും മൂകാംബിക ദേവിയെ കാണാൻ പോകും. മൂകാംബിക ദേവിയുടെ ഉപാസകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംഘി എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ട്. കാരണം മൂകാംബികയെ പോകുന്നുണ്ടല്ലോ. ഭക്ത ഹിന്ദുവിനെ സംഘി എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. കുറി തൊട്ടാൽ സംഘിയായി. ഈ ഭക്തിയാണ് അദ്ദേഹത്തിന് വിനയായി മാറിയിരിക്കുന്നത്. അദ്ദേഹം മൂകാംബികയെ പോകുന്നു, അത് തുറന്നു പറയുന്നു. അദ്ദേഹം ക്ഷേത്രങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഇതാണ് ചിലരുടെ കുരുപൊട്ടിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുമായി പ്രവർത്തിച്ചിട്ടില്ല, ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ശബരിമല യുവതികളെ കയറ്റാൻ വേണ്ടി കുത്തിത്തിരിപ്പ് നടത്തിയ ആളാണ് എന്ന തരത്തിൽ സംഘികൾ അദ്ദേഹത്തെ കുറ്റം പറയണം. അതും തെറ്റാണ്. അതൊക്കെ അദ്ദേഹം അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പേരിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ വിളിച്ച് ശാസിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന് പണി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് അവിടെ പോയി കരഞ്ഞത് എന്ന് പറഞ്ഞ് ശാസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഭക്തി അദ്ദേഹത്തിന് രാഷ്ട്രീയ മുദ്രയായി മാറുന്നു. പലപ്പോഴും ഉദ്യോഗസ്ഥരെ നിലയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നമുണ്ട്. പാലത്തായി പീഡന കേസ് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല പത്മനാഭൻ മാഷിനെതിരെ. പക്ഷേ ഒരു പരാതിയുണ്ട്. അതിന് പരാതി മുഴുവൻ പരിശോധിക്കുമ്പോൾ കൗൺസിലർമാരെ കാണുമ്പോൾ തെളിവെടുക്കുമ്പോൾ ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ഒരാൾ ഒരു സംശയം ചോദിച്ചപ്പോൾ അത് തുറന്നു പറഞ്ഞു. ആ ഓഡിയോ ക്ലിപ്പ് ലീക്കായി. ഇത് മനഃപൂർവ്വം BJP-കാരനായ പത്മനാഭൻ മാഷെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. ഇപ്പോൾ അവർ പറയുന്നത് വിചാരണ കോടതി ശിക്ഷിച്ചല്ലോ എന്നാണ്. വിചാരണ കോടതി ശിക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പോക്സോ നിയമം അങ്ങനെയാണ്. ഉറപ്പായും ആ കേസിൽ പത്മനാഭൻ മാഷിനെ കുറ്റവിമുക്തനാക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു തെളിവുകളും പത്മനാഭൻ മാഷിനെതിരെയില്ല. നമ്മുടെ രാജ്യത്ത് ഒരു പോക്സോ കേസിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ ഇതാണ് അവസ്ഥ. ഏതൊരാളുടെ അവസ്ഥ. അത് ഷാജൻസ്കറി ആണെങ്കിലും ഈ പറയുന്ന ബഹളം വയ്ക്കുന്ന ആരാണെങ്കിലും ഒരു പോക്സോ കേസ് വ്യാജമായി എടുത്താൽ തീർന്നു. ഇത്തരത്തിൽ നുണക്കഥകൾ ഇങ്ങനെ അഴിച്ചുവിട്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് DGP പ്രൊമോഷൻ കിട്ടി. ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള DGP അല്ല. പലരും ധരിക്കുന്ന അദ്ദേഹമാണ് പോലീസ് മേധാവി എന്നല്ല. പോലീസ് മേധാവി അല്ല. പോലീസ് മേധാവി രവത ചന്ദ്രശേഖരാണ്. രവത ചന്ദ്രശേഖർ റിട്ടയർ ചെയ്യുമ്പോൾ അടുത്ത പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാൻ യോഗ്യത നേടുന്ന 3 പേരാണ്. യോഗേഷ് ഗുപ്ത, മനോജ് എബ്രാഹിം, S. ശ്രീജിത്ത്. ഈ 3 പേർ യോഗ്യത നേടി. ശ്രീജിത്തിന് പകരം MR അജിത് കുമാർ ആവേണ്ടതായിരുന്നു. MR അജിത് കുമാർ കയ്യിലിരിപ്പ് കൊണ്ട് പുറത്തായി. ഇനിയിപ്പോൾ അടുത്ത DGP തെരഞ്ഞെടുക്കുന്ന 3 പേരിൽ ഒരാളെ തെരഞ്ഞെടുക്കാം. സർക്കാർ തീരുമാനിക്കുന്നു. സർക്കാരിന് ഇഷ്ടമുള്ള ആളെ എടുക്കത്തുള്ളൂ. കൂടുതൽ സാധ്യത മനോജ് എബ്രാഹിമിനാണ്. കാരണം മനോജ് എബ്രാഹിമിനാണ് കൂടുതൽ ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ ജനപ്രീതിയുള്ള ആളും കൂടുതൽ മെച്ചപ്പെട്ട ട്രാക്ക് റെക്കോർഡ് മനോജ് എബ്രാഹിമിനാണ്. 3 പേരിൽ ഏറ്റവും കൂടുതൽ സാധ്യത മനോജ് എബ്രാഹിമിന് തന്നെയാണ്. എങ്കിൽ പോലും 3 പേരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാതിരിക്കണമെന്ന ലക്ഷ്യമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ടുകൂടിയാണ് ബഹളം വയ്ക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, ഇത് വളരെ അങ്ങേയറ്റം കഷ്ടമാണ്. ഒരു DGP-യുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താവും? ഒരു മനുഷ്യനോട് ഇങ്ങനെ ആരും ചെയ്യരുത്. ഒരു DGP-ക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിക്കും?